സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പം നമ്മുടെ കാട്ടുതീയായിട്ട് സീസൺ 6ലേക്ക് തിരികെ വന്ന അല്ലെങ്കിൽ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചെത്തിയ സിജോയുടെ ഒരു അവസ്ഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ നോക്കിയിട്ടും ഒന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ല. പല കളികൾ കളിച്ചു നോക്കി, പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നോക്കി, പല കണ്ടസ്റ്റൻസിനും എതിരെ നിന്ന് നോക്കി, എന്നിട്ടും അവിടെ ക്ലച്ച് പിടിച്ച് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഒരു റാങ്കിങ് ടാസ്കിൽ പോലും വാച പിടിച്ച് 1ാം സ്ഥാനത്തേക്ക് വരാൻ നോക്കി, അവിടെയും ഒരു നിലനിൽപ്പുണ്ടായിരുന്നില്ല, 11ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. അതിനുശേഷം അവിടെ നടത്തുന്ന ഓരോ പ്ലാനിങ്ങുകൾ, എന്തൊക്കെ പ്ലാനിങ്ങുകളാണ് ഇവൻ നടത്തുന്നതെന്നറിയാം. വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ പ്ലാനിങ് നടത്തുന്നത്? പ്ലാനിങ്ങുകൾ മാത്രമേ ഉള്ളൂ, അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാനോ ഒന്നുമില്ല. വെറുതെ പ്രേക്ഷകർക്കിടയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മണ്ടൻ ശ്രമമാണ് സിജോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും പാഴായി പോയിട്ടുള്ള ഒരു പടുവാഴ എന്ന് മാത്രമേ സിജോയെ കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നിയിരുന്നു, എന്നാൽ ഇപ്പോൾ വെറും പ്ലാനിങ്ങുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ ക്യാമറയ്ക്ക് മുന്നിൽ പോയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സായിയുടെ ഒപ്പം പോയിരുന്ന് വെറുതെ കുറേ പ്ലാനിങ്ങുകൾ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് നിങ്ങൾ പറയേണ്ട കാര്യമോ ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ അവിടെ നടന്നുകൊള്ളും. ഈ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതെന്നാൽ ഒരു പ്ലാൻ ചെയ്യുന്ന സംഭവം ഇവരെ കൊണ്ട് വർക്കൗട്ട് ആക്കാൻ സാധിക്കണം. സായിയെ കൊണ്ട് പറ്റും കൊണ്ടോ? സായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പല രീതിയിൽ ബുദ്ധിപരമായി കളിച്ച് സായി അവിടെ എത്തിക്കുന്നുണ്ട്. എന്നാൽ സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാഴാണ്, വെറുതെ പ്ലാനിങ്ങുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു ഗെയിമിൽ പോലും കാര്യമായിട്ടുള്ള ഈ സംഭവങ്ങളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസമായി പല പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ നന്ദനയ്ക്കാണെന്നുണ്ടെങ്കിലും അവൾക്കൊരു വീട് വേണം, അതുപോലെ തന്നെ ഈ പണപ്പെട്ടി വരുമ്പോൾ നന്ദനയ്ക്ക് കൊടുക്കണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെറുതെ അവൾക്ക് എങ്ങനെയെങ്കിലും കിട്ടാനുള്ള ഒരു അവസരം പോലും നശിപ്പിക്കുന്ന ഒരു രീതിയിലാണ് സിജോ അവിടെ പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ പ്ലാനിങ് നടത്തുന്നതൊക്കെ ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് അടക്കം കാണുന്നല്ലേ, അവർക്ക് പ്ലാൻ മാറ്റാം. അതുപോലെ തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ പോലും പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇതാണ്. അപ്പം ഇവരുടെ വിചാരം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നന്ദനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു പാവം കൊച്ച് അവർക്കൊരു വീട് വെക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, ആ രീതിയിലെങ്കിലും വോട്ട് പിടിക്കാനുള്ള എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ് സിജോയും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു മികച്ച ഒരു ഗെയിം കളിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരാനല്ല നോക്കുന്നത്. സഹതാപ തരംഗം സൃഷ്ടിച്ച് സഹതാപ വോട്ടുകൾ നേടി അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് സിജോയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു മികച്ച ഗെയിമർ എന്ന് സിജോയെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്തോ എൻ്റെ നാവും എൻ്റെ ബുദ്ധിയുമാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്ന ആളുടെ ബുദ്ധി എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. ഈ പറയുന്ന നാവെന്ന് പറയുന്നതും ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല. വെറുതെ കുറച്ച് ചിലയ്ക്കാൻ പറ്റുമെന്നല്ലാതെ ആവശ്യമുള്ള സമയത്തൊന്നും ചിലച്ചും അത് വിജയിച്ചും കണ്ടിട്ടില്ല. അവിടെ എല്ലാം അട്ടർ ഫ്ലോപ്പായി പോകുന്ന ഒരു സിജോയാണ് കാണുന്നത്. എന്തായാലും ലൈവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൺ പ്ലാനിങ് ആണ് നടക്കുന്നത്. വൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെയ്യണം, ഇതങ്ങനെ ചെയ്യണം, അവരെ അങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് മാറ്റണം, ഈ ഗെയിമിൽ ഇങ്ങനെ ആയിരിക്കണം, ആ ഗെയിമിൽ അങ്ങനെ ആയിരിക്കണം, എല്ലാ ഗെയിമിലും തോറ്റ് അടപടലം വീഴും. അതാണ് മറ്റുള്ളവരാരെങ്കിലും കളിച്ചു വേണം ഗ്രൂപ്പ് ടാസ്കിൽ പോലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് അതും പറ്റുന്നില്ല. പിന്നെ ഈ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അട്ടർ ഫ്ലോപ്പ് ആവുന്നു, എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതും അട്ടർ ഫ്ലോപ്പ് ആവുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, കാര്യമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. സിജോ എന്ന ഗെയിമറെ പറ്റി അല്ലെങ്കിൽ സിജോ എന്ന കണ്ടസ്റ്റന്റിനെ പറ്റി നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് അഭിപ്രായം? ടോപ്പ് 5ലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ഒക്കെ നിങ്ങൾ പ്രേക്ഷകരൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.